റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങിയത് മുതൽ ലോകം പിരിമുറുക്കത്തിലാണ്. ഏത് നിമിഷം വേണമെങ്കിലും ഈ യുദ്ധം ഏത് തരത്തിൽ വേണമെങ്കിലും വഴിമാറാമെന്നുള്ളതാണ് ഈ യുദ്ധത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. യുക്രൈൻ യുദ്ധം തുടങ്ങിയ ശേഷം നമുക്കറിയാം ലോകമെമ്പാടും പല ഭാഗങ്ങളിലും യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. അതിന്റെ അലയൊലികൾ ലോകമെമ്പാടും അലയടിക്കുകയാണ്. സാമ്പത്തിക രംഗത്തും ഇത് വലിയ രീതിയിലുള്ള തകർച്ച പല രാജ്യങ്ങളിലും ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷേ ഇങ്ങനെ ഇരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ഈ പിരിമുറുക്കം കൂടുതൽ കൂട്ടുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോയിരിക്കുന്നത്. റഷ്യ എന്ന് പറയുന്നത് ഒരു ആണവ രാജ്യമാണ്. പക്ഷേ യുക്രൈനെതിരെ റഷ്യ ആണവായുധം പ്രയോഗിക്കില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം യുക്രൈനും ഒരു കാലത്ത് റഷ്യയുടെ ഭാഗമായിരുന്നു. യുക്രൈനിലുള്ള ആൾക്കാരും റഷ്യക്കാർ തന്നെയാണ്. പക്ഷേ അമേരിക്ക എന്ന് പറയുന്ന ഒരു നാടുണ്ട്. ഈ അമേരിക്ക എന്ന് പറയുന്ന ഒരു നാടും ആണവ രാജ്യം തന്നെയാണ്. ഈ ആണവ രാജ്യമായിട്ടുള്ള അമേരിക്കയും റഷ്യയും തമ്മിൽ ആണവ കരാറുകൾ ഉണ്ടായിരുന്നു. അതായത് ആണവ കരാറുകൾ ഉണ്ടായിരുന്നു. പരസ്പരം അത് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രയോഗിക്കില്ല എന്നുള്ളത്. പക്ഷേ ഈ കരാറിന്റെ കാലാവധി കഴിഞ്ഞിരിക്കുന്നു. ഇതാണ് ലോകത്തെ ഇപ്പോൾ ഏറ്റവും അധികം പിരിമുറുക്കത്തിലാക്കാനുള്ള ഒരു സംഭവം എന്ന് പറയുന്നത്. റഷ്യയും അമേരിക്കയും തമ്മിലുള്ള ആണവായുധങ്ങൾ സംബന്ധിച്ച് അവസാനത്തെ പ്രധാന നിയമമായിട്ടുള്ള പരിധി ഇപ്പോൾ കാലഹരണപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് അതായത് 2026 ഫെബ്രുവരി 5 ന്യൂ സ്റ്റാർട്ട് ഉടമ്പടിയുടെ കാലാവധി അവസാനിച്ചു. ഏകദേശം 50 വർഷത്തിനിടെ ആദ്യമായി ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ, അന്തർവാഹിനി വിക്ഷേപിക്കുന്ന മിസൈലുകൾ, ബോംബറുകൾ തുടങ്ങിയ ഇരു രാജ്യങ്ങളുടെയും തന്ത്രപരമായിട്ടുള്ള ആണവായുധങ്ങൾക്ക് ഒരു ബന്ധിത പരിധിയോ നിയമമോ ഇല്ല. ഈ സംഭവം ലോകത്തൊരു പുതിയ ആണവായുധ മത്സരം ആരംഭിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിച്ചു. ആണവായുധ മത്സരം തടയുന്നതിനായി 2010 ഒപ്പുവെച്ച ചരിത്രപരമായിട്ടുള്ള കരാറായിരുന്നു പുതിയ സ്റ്റാർട്ട് ഉടമ്പടി. 2010 അന്നത്തെ US പ്രസിഡന്റ് ബരാക് ഒബാമയും റഷ്യൻ പ്രസിഡന്റ് ദിമിത്രി മെദ്വദേവും ഇത് ഒപ്പുവെച്ചു. 2011 ഈ ഉടമ്പടി പ്രാബല്യത്തിൽ വന്നു. ഈ രാജ്യത്തിന്റെ പ്രധാന രാഷ്ട്രീയ, സൈനിക, വ്യാവസായിക കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചുള്ള തന്ത്രപരമായിട്ടുള്ള ആണവായുധങ്ങളുടെ വിന്യാസം പരിമിതപ്പെടുത്തുക എന്നതായിരുന്നു ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. ശീതയുദ്ധം മുതൽ ഈ ആണവായുധ ഉടമ്പടി ഉണ്ട് എന്നുള്ളതാണ്. ശീതയുദ്ധകാലം മുതൽ ആണവായുധങ്ങൾ നിരോധിക്കാനുള്ള ശ്രമങ്ങളും തുടരുകയാണ്. 1970കളിലെ സാൾട്ട് കരാറുകളുണ്ട്. ആയുധങ്ങളുടെ എണ്ണത്തിൽ പരിധികൾ ഏർപ്പെടുത്തി, പക്ഷേ അവ കുറച്ചില്ല. 1991 ആരംഭിച്ചു. ജോർജ് ബുഷിന്റെയും ഗോർബച്ചേവിന്റെയും കീഴിൽ ആദ്യമായി വലിയ തോതിലുള്ള ആയുധ കുറവുകൾ വരുത്തി എന്നുള്ളതാണ്. 2002 സോർട്ട് അതായത് മോസ്കോ ഉടമ്പടി വന്നു. 2010 പുതിയ തുടക്കം. 2011 ഫെബ്രുവരി 5 മുതൽ 10 വർഷത്തേക്ക് ഈ ഉടമ്പടി നടപ്പിലാക്കി. 2021 ശേഷമുള്ള അവസ്ഥ വളരെ പരിതാപകരമാണ് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ന്യൂസ് ഡെസ്ക് മലയാളം.